ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്. നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെയും കഴിക്കാൻ പറ്റും. അകം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഞാനിത് കൈകൊണ്ട് ഞെക്കി കാണിച്ചു തരാം. ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് അരച്ചെടുക്കാനായിട്ട് ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി ഇട്ട് കൊടുക്കരുത്, ചൂടാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ശർക്കര പൊടിച്ചതോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ശർക്കര പൊടിച്ചത് ഒരു 1/2 കപ്പ് മെഷർമെൻറ്റിൻ്റെ കപ്പിൽ ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പോരാ ആ ഒരു മധുരം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടിയിൽ തയ്യാറാക്കിയാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പ് പൊടിയിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു പലഹാരം ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പിന് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഈ ഒരു മിക്സിൻ്റെ നനവ് മാത്രം മതി ഇത് നമുക്ക് കുഴച്ചിട്ടെടുക്കാനായിട്ട്. വേറെ ഇനി ആവശ്യമുണ്ട്, പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചാൽ മതി. പക്ഷേങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ കാണാൻ കുറച്ച് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അത് മാത്രമല്ല നമ്മളിത് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും ഈ ഒരു വലിപ്പത്തിലാവുമ്പോൾ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു വലിപ്പത്തിൽ റെഡിയാക്കി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഫ്ലെയിം കൂടിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, അകം വേവേയില്ല. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്ത ഉടനെ തന്നെ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. പിന്നെ നമുക്ക് കുഴപ്പമില്ല, അതങ്ങനെ കിടന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇതൊരു പകുതി വേവാകുമ്പോൾ വീണ്ടും നമുക്കിതുപോലൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് അധികം എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാവുന്നതാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ടിന്നിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ എയർടൈറ്റ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു 15-20 ദിവസമൊക്കെ നമുക്കിത് എടുത്തു വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ പാത്രത്തോടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തും. സ്റ്റോർ ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കണ്ട. ഇപ്പോൾ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ വീഡിയോയ്ക്ക് കാണാനൊരു നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇപ്പോൾ കണ്ടില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.